ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് അമൃതം പൊടി കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ 1.5 കപ്പോളം വറുത്ത അമൃതം പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ അമൃതം പൊടിയിൽ ഓൾറെഡി മധുരമുള്ള കാരണം. 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പോളം കാഷ്യൂ നട്ട്സ്. ഇത് വറുത്ത അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. ഈ പൊടിച്ചെടുത്ത അണ്ടിപ്പരിപ്പിലോട്ട് ഞാൻ ശർക്കരയും 1 കപ്പ് അമൃതം പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് അമൃതം പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലോട്ട് നമ്മൾ തേങ്ങ ചിരവി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സി ചെയ്ത് വെച്ചതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് നനയാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്കിതൊന്ന് ഉരുട്ടുന്ന പരുവത്തിലാക്കി എടുക്കണം. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ 1/2 കപ്പ് അമൃതം പൊടി, അപ്പോൾ അതിൽ നിന്ന് കുറച്ചായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പം കൈയൊന്ന് നനച്ചിട്ട് ഉരുളകളാക്കുക. അപ്പം നമ്മുടെ അമൃതം പൊടി കൊണ്ട് ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ നമ്മൾ ഇതിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി